ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച നടൻ ദേവൻ പ്രാഥമിക അംഗത്വവും രാജിവെച്ചു. കത്ത് ഉടൻ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ പരിപാടിയിൽ അല്പസമയം മുൻപാണ് രാജി പ്രഖ്യാപനം നടന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ സാന്നിധ്യത്തിലായിരുന്നു രാജി പ്രഖ്യാപനം. താൻ ഉദ്ദേശിച്ച രാഷ്ട്രീയം ബിജെപിയിൽ നിന്ന് ലഭിച്ചില്ലെന്ന് ദേവൻ പറയുന്നു. ആദ്യം പ്രതികരണത്തിലേക്ക്. ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളും ആശയങ്ങളും പ്രോഗ്രാംസും അടങ്ങുന്ന ഒരു രാഷ്ട്രീയം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ 5 വർഷം ഞാൻ ഈ കേരള BJPയിൽ വർക്ക് ചെയ്തതിന് ശേഷം അത് എനിക്ക് സാധിച്ചില്ല. എൻ്റെ ലൈൻ വേറെയാണെന്ന് എനിക്ക് തോന്നി, ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 4-5 മാസങ്ങൾ ചില തീരുമാനങ്ങളെടുത്തു. അത് ഇന്നലെ ഞങ്ങളുടെ ഇൻട്രോസ്പെക്ഷൻ ആത്മപരിശോധനയിൽ ഞങ്ങൾ തീരുമാനം. അത് ഞാൻ ഈ വേദി തന്നെ വേണമെന്ന് തീരുമാനിച്ചത് ഇവിടെ ഇരുന്നതിന് ശേഷമാണ്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഷമ്മി പ്രഭാകർ കൂടി ചേരുന്നു. ഷമ്മി, അല്പസമയം മുൻപാണ് ഈ ദേവൻ രാജി പ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം ഒരു പ്രശ്നമുണ്ടായിരുന്നു, എന്നാൽ അതിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതടക്കം വലിയ വിമർശനങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, വിമർശനങ്ങൾ അടക്കം അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടാണ് ഈ രാജി പ്രഖ്യാപനം ഒരു പൊതുവേദിയിൽ നടത്തിയിരിക്കുന്നത്. അതിനെതിരെ അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഓരോരോ സ്വാർത്ഥ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്ന മനുഷ്യരുടെ ഒരു കൂട്ടായ്മയായി ശരിക്കും കേരളത്തിലെ BJP മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ ആദർശങ്ങളോ അതല്ല അതിൻ്റെ തത്വശാസ്ത്രങ്ങളോ ഒന്നും ഇല്ലാതെ കടന്നു വരികയും അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി കാര്യങ്ങൾ പോകുന്നില്ല എന്ന് കാണുമ്പോൾ വിട്ടുപോവുകയും ഒക്കെ ചെയ്യും. നമുക്കറിയാം, ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും BJPയിലേക്ക് കുറേ ആൾക്കാർ വരാറുണ്ട്. അവരൊക്കെ പിന്നീട് എവിടെ പോയി എന്ന് ആരും അന്വേഷിക്കാറില്ല. നടൻ ദേവനെ സംബന്ധിച്ച് ഒരു സിനിമാ താരമായതുകൊണ്ട് അദ്ദേഹം ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ജനങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മാധ്യമ ശ്രദ്ധ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് 5 വർഷമായി താൻ BJPയിൽ നിന്നിരുന്നു, പക്ഷേ താൻ ഉദ്ദേശിച്ച ഒരു രാഷ്ട്രീയം BJPയിൽ നിന്ന് തനിക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. നേരത്തെ അദ്ദേഹം സ്വന്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരുന്നു. അതിനുശേഷമാണ് പിന്നീട് BJPയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര വരുന്നത്. എന്തായാലും 5 വർഷക്കാലം അദ്ദേഹം BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായും മറ്റും പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഇനി BJPയുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഒരു പൊതുപരിപാടിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം താൻ BJPയോട് വിട പറയുകയാണെന്നുള്ള കാര്യം പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളും ആശയങ്ങളുമാണ് തൻ്റെ മനസ്സിലുള്ളത്, പക്ഷേ BJPയിൽ നിന്ന് തനിക്കത് കാണാൻ കഴിഞ്ഞില്ല, BJPയിൽ നിന്ന് തനിക്കത് ലഭിച്ചില്ല. ആ ഒരു സാഹചര്യത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ തൻ്റെ മനസ്സിൽ ഇത്തരം ഒരു ആലോചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് പ്രഖ്യാപിക്കാനുള്ള വേദിയായി തിരഞ്ഞെടുത്തത് കണിച്ചുകുളങ്ങരയിലെ ദേവീക്ഷേത്രത്തിലെ പൊതുപരിപാടിയാണ്. എന്തായാലും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ സാന്നിധ്യത്തിലാണ് BJPയിൽ നിന്നുള്ള ദേവന്റെ രാജി പ്രഖ്യാപനം എന്നതും കൗതുകകരമാണ്. ഉമ.